മഫ്തയുടെ പിന്ന് വിഴുങ്ങിയതാണ് അറിയാതെ. പിന്നെ 13 വയസ്സുള്ള കുട്ടിയാണ്. എക്സ്റേ നോക്കിയപ്പോൾ നമുക്ക് എടുക്കാവുന്ന, അതായത് ആമാശയത്തിലുള്ള പോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും അധികം ടൈം വേസ്റ്റ് ചെയ്യണ്ട. എൻഡോസ്കോപ്പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് ഈ ആമാശയത്തിനകത്ത് ഫുൾ ചോറ്, പഴം, ഇതൊക്കെയാണ്. എന്തായാലും നമ്മൾ കുറച്ച് നേരമൊക്കെ മെനക്കെട്ട് തപ്പി നോക്കിയപ്പോഴേക്കും ഇത് നമുക്ക് കാണാൻ പറ്റി, ഈ മഫ്തയുടെ പിന്ന്. പക്ഷെ ഇത്രയും ഫുഡ് കൊടുക്കണ കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. യൂഷ്വലി ഒരു ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിത്തിൻ 5 minutes കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സംഭവമാണത്. ഒരു അരമണിക്കൂറത്തെ ട്രയലിൻ്റെ അവസാനം പിന്നെ നമ്മൾ എടുത്തു. മഫ്തയുടെ പിന്ന് പോയി എന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ ഇത് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കുറേ പഴവും ചോറിൻ്റെ ഉരുളയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഫോറിൻ ബോഡി എല്ലോ മുള്ളോ ഉള്ളിൽ പോയാൽ ഉടനെ ഇങ്ങനെ പഴമോ പിന്നെ ചോറുരുളൊക്കെ വിഴുങ്ങും. അപ്പം എന്തുണ്ടാവും എന്ന് വെച്ചാൽ നമുക്കത് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഒന്നായിട്ട് ഇവർ ഛർദ്ദിക്കും. ഈ ഛർദ്ദിച്ചത് ചിലപ്പോൾ നേരെ ശ്വാസകോശത്തിൽ പോയി ആസ്പിറേഷനാവും. അത് അതിനേക്കാളും വലിയ ഡേഞ്ചറാണ്. ഇത് പോയി എന്നുള്ളതല്ല പ്രശ്നം, എൻ്റെ കൂടെ ഈ ഫുഡ് ചെല്ലുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഇവർ ഈ മഫ്ത പിന്നെ എന്ന് വെച്ചാൽ വായിൽ വെച്ചിട്ടാണ് ഇവർ തലയിൽ തട്ടം കുത്തുന്നത്. അങ്ങനെയാണ് പലപ്പോഴും ഇത് ഉള്ളിൽ പോകുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേറൊരു കാര്യം ബാറ്ററിയാണ്. ടോയ്സിനകത്തുള്ള ബാറ്ററി അത് ചെറിയ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വിഴുങ്ങിയിട്ട് വരാറുണ്ട്. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ ആമാശയത്തിലൊക്കെ പെർഫറേഷൻ ഉണ്ടാവും. പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഉള്ളിൽ ഇതുപോലെ അറിയാതെ പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചോറ്, ഉരുള, പഴം ഇതൊന്നും വിഴുങ്ങാൻ കൊടുക്കല്ല. അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരണം.